സോ ആ ജോൺറിൽ നോക്കുമ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് സാറിൻ്റെ പടത്തിൻ്റെ കൂടെ സാറ് പറയാൻ വരുന്നത്. അതെ, അതിപ്പോൾ ഞാനൊരു മനഃപൂർവ്വമായിട്ട് പറയുന്നതേ അല്ല. ലവ് ഓൾ എന്നുള്ള അതെ, അത് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് വന്നു തീർന്നതാണ്. ഞാൻ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ സ്നേഹിപ്പിക്കണം എന്നതല്ലേ ഈ കഥയുടെ റിസൾട്ടായിട്ട് അതങ്ങനെ സംഭവിക്കുന്നു. ഞാൻ എൻ്റെ കലാരൂപത്തിൻ്റെ റിസൾട്ടായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. പലപ്പോഴും ഇപ്പോൾ അമരം എന്നൊരു ചിത്രത്തിൽ ചിലപ്പോൾ ഒരു അച്ഛൻ്റെ സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു അച്ഛൻ്റെ സ്നേഹത്തെക്കുറിച്ച് 1000 കുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടാവും. സ്വന്തം അച്ഛനെ അവർ കണ്ടിട്ടുണ്ടാകും. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ചൂട്ടിയിൽ എൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ട് അച്ഛൻ്റെ വികാരങ്ങളെ ഞാൻ കണ്ടു. ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും ആ പടം ചെയ്ത ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. സാർ, ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യു വിൽ ബി ഒബ്സർവിങ് എ ലോട്ട് അല്ലേ? ആ ഒബ്സർവേഷനിൽ വരുന്നത് ചില റിഫ്ലക്ഷൻസ് നമ്മളിത് ഇങ്ങനെ ഒരു മേന്മയാക്കി എടുക്കാനുള്ള ഒരു ശ്രമത്തിൽ ഓർ ഇഫ് യു വോണ്ട് ടു ഡു സംതിങ് ഫോർ ദി സൊസൈറ്റി, അതാണ് ഈ വെളിപ്പാട് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഈ സൊസൈറ്റി റിഫ്ലക്ഷൻ ഓരോരുത്തരിൽ എത്തുന്നുണ്ട്. ഓരോ മൂശയിൽ നിന്നും വിരിയുന്നുണ്ട് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഒരേ കാര്യങ്ങൾ തന്നെ എൻ്റെ മനസ്സിൽ വെക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു കലാരൂപം, ഇതേ വിഷയം മറ്റൊരു കലാകാരൻ്റെ മനസ്സിൽ നിന്ന് വിരിയുന്നത് വേറെ രീതിയിലായിരിക്കും. അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാകാം. അത് ശരിയാണ് സാർ. അപ്പോൾ ഓരോ ഒബ്സർവേഷൻ നോക്കുമ്പോൾ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ആസ് എ പേഴ്സൺ ഹൂ വാസ് ഒബ്സർവിങ് എവറിത്തിങ്, ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഓർ നമ്മുടെ ഇപ്പോഴുള്ള മനുഷ്യൻ്റെ വാട്ട് ഈസ് ദെയർ സ്റ്റേറ്റ്, അധിക പ്രാധാന്യം കൊടുക്കുന്നത് ഏതോടാണ്? ലൈക്ക് പണത്തിനോടാണോ, സ്നേഹത്തോടാണോ? ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സംഗതി പലപ്പോഴും പണം ഇങ്ങനെ എല്ലാത്തിനെയും കീഴടക്കുന്ന, എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും മറികടന്നുകൊണ്ട് പണം വളരുന്ന ഒരു അവസ്ഥ ഇന്ന് കാണപ്പെടുന്നുണ്ട്. അതിനെതിരെ അത് തടഞ്ഞു നിർത്തേണ്ടതാണ്. ആ പ്രവണതയെ തടഞ്ഞു നിർത്തേണ്ടത്. കാരണം അത് ഭയങ്കര ഭീകരമായ തകർച്ചകളെ ഉണ്ടാക്കുന്നത്. ഈ പണം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളുണ്ടാകുന്ന തകർച്ചയുടെ ഒരു പ്രധാന കാരണം പണമാണ്. സ്നേഹബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് അത് തന്നെയാണ് കാരണം, പണം തന്നെയാണ് കാരണം. അപ്പം അങ്ങനെ പണം നമ്മുടെ എല്ലാത്തിനും അപ്പുറത്തേക്ക് വളർന്നു പോകുന്നത് ഭയങ്കര ഭീകരമായൊരവസ്ഥ സൊസൈറ്റിയിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വെരി ഡേഞ്ചറസ്. അതേമാതിരി ഇപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സ് കാണുമ്പോൾ ഭയങ്കരമായ ഒരു വളർച്ച, ദേ നോ എവറിത്തിങ്. ഇൻ്റർനെറ്റ് വന്നതുകൊണ്ട് ദി വേൾഡ് ഹാസ് ബിക്കം വെരി സ്മോൾ. IT, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻ്റർനെറ്റൊക്കെ വന്നുകൊണ്ട് ഇൻഫർമേഷൻസ് കിട്ടുക എന്നതിനപ്പുറം ഈ ജ്ഞാനമെന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് അല്ല, ചില വിവരങ്ങൾ കിട്ടുന്നതേ ഉള്ളൂ. അതേസമയം നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇപ്പോൾ എനിക്കെന്ന് തോന്നുന്നു, ഭാവന നഷ്ടമാകുന്നുണ്ട്. കാരണം അവരുടെ ബാല്യം തൊട്ട് ഒരു കുട്ടി, ചെറിയ കുട്ടിയായിരിക്കും, അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ലോകം. പിന്നെ പല കാര്യങ്ങളെക്കുറിച്ച് അവൻ ഭാവന കാണാൻ തുടങ്ങുന്നു. പൂക്കളെക്കുറിച്ച്, ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവനെ സഹായിച്ചിരുന്നു. ഒരു കാലത്ത് അമ്മമാർ സഹായിച്ചിരുന്നു, മുത്തശ്ശിമാർ സഹായിച്ചിരുന്നു, പ്രകൃതി സഹായിച്ചിരുന്നു. കിളികളുടെ കുയിൽ കരയുന്നത് കേട്ട് അവനെങ്ങനെ നോക്കും? അവൻ്റെ സങ്കല്പത്തിലൊരു കുയിലുകൾക്ക് പല രൂപങ്ങളുണ്ടാകാം. ഒക്കെ അവൻ്റെ ഭാവന കാണുകയാണ്. ഈ ശബ്ദം ഉണ്ടാക്കുന്നത് എവിടെ നിന്ന് നാം കാണുന്നുണ്ടാവില്ല. പക്ഷേ ഈ ശബ്ദത്തിൻ്റെ ഉറവിടം തേടി അവൻ ഒരുപാട് ഭാവന ഉണ്ടാക്കാം. പ്രകൃതി, അമ്പിളിമാമനെ കുറിച്ച് അമ്മമാരെ പറ്റി പറഞ്ഞു കൊടുക്കും. അപ്പം ഇതൊക്കെ അവന് ഒരുപാട് ഭാവന ഉണ്ടാക്കുന്നു. ഈ ഭാവനയാണ് പലപ്പോഴും നമ്മുടെ ചിന്തയിലേക്കും ഒക്കെ ചെന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇൻഫർമേഷൻസ് മാത്രമേ ഉള്ളൂ, ചിന്തയും ഭാവനയും കുറഞ്ഞു വരുന്നുണ്ട്. അതൊരു പരിധിവരെ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥിതി, നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നത്തെ ചില വിശ്വാസങ്ങൾ, കോമ്പറ്റേറ്റീവ് സൊസൈറ്റി ആയിപ്പോയില്ലേ? അവനേക്കാളും എൻ്റെ മകൻ പണം വന്നതാണ്. പണമാണ് എവറിത്തിങ് എൻഡ്സ് അറ്റ് ദി സെയിം പോയിന്റ്. അവനേക്കാളും എൻ്റെ മകൻ നല്ല ജോലിയിലായിരിക്കണം, അതിന് വേണ്ടിയിട്ട് ഇത്ര നല്ല ജോലിയിൽ പോയാൽ ഇത്രയും 1+2 3 cars. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഈ യങ്സ്റ്റേഴ്സൊക്കെ ഇപ്പോൾ പ്രണയം പോലും പണം ആണ് പ്രധാന ഘടകമെന്ന് തോന്നുന്നു. പ്രണയിക്കുന്ന ഒരാൾക്ക് പണമുണ്ടോ പണമില്ല എന്നുള്ളത് വലിയ കാര്യമായിരിക്കുന്നു. പ്രണയം പണ്ടത്തെ ഒരു വിശ്വാസം, പ്രണയം ഈ പണത്തിനും ജാതിക്കും മതത്തിനും മറ്റെല്ലാ വരമ്പുകൾക്കും അപ്പുറത്താണ് പ്രണയം എന്നായിരുന്നു നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെയായിരുന്നു. പിന്നെ പ്രണയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു ത്യാഗമായിരുന്നു. പരസ്പരം തിരിച്ചറിയുകയും പരസ്പരം ത്യജിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയ്ക്കായിരുന്നു പണ്ട് ഉദാത്തമായ പ്രണയം എന്നൊക്കെ പറയുന്നത്.
ഇന്നത് അങ്ങനെ ഒരു ത്യാഗത്തിനാണ് തന്നെ. അത് എൻ്റെ കാര്യം, അത് ശരിയാവില്ലല്ലോ എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനാണ് ആദ്യം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, അതിന് അപ്പുറമേ ഉള്ളൂ എല്ലാവരും. എവിടെയാണ് ത്യാഗം ഉണ്ടാകുന്നത് അവിടെയാണ് പ്രണയം അല്ലെങ്കിൽ സ്നേഹം ഏറ്റവും കൂടുതൽ ഇങ്ങനെ പൂക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളെല്ലാം പലപ്പോഴും ഇപ്പം നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു കാലം കണ്ടുവന്നത് അങ്ങനെയാണ്. അച്ഛൻ ത്യാഗം ചെയ്യുന്നു മക്കൾക്ക് വേണ്ടി, അമ്മ ത്യാഗം ചെയ്യുന്നു. നമ്മുടെ ഒരു പ്രത്യേകിച്ച് ഭാരതീയമായുള്ളൊരു കുടുംബ വ്യവസ്ഥ അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും പടിഞ്ഞാറോട്ടാണ് നോക്കുന്നത്. യൂറോപ്പിൽ അങ്ങനെയല്ലല്ലോ. യൂറോപ്പിൽ ഇങ്ങനെയാണല്ലോ. യൂറോപ്പിൽ ഇങ്ങനെ ഒരു കുടുംബ വ്യവസ്ഥതയില്ല. ഇവിടെ ഇന്ത്യയിൽ അതെ, ഇന്ത്യയിലിപ്പോൾ ഓരോ അച്ഛനും അമ്മയും ജീവിക്കുന്നത് പലപ്പോഴും എല്ലാ അച്ഛനും പറയുന്നത് മക്കൾക്ക് വേണ്ടി. നീ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കണ്ടേ എല്ലാവരും. അപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവർ ചിലവഴിക്കുന്നത്. അതെന്തുകൊണ്ട് ചിലവഴിക്കുന്നു? അവർക്ക് അധ്വാനിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ഈ മക്കൾ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഉണ്ടാകുന്നത്. കാരണം ഒരു ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതാണ് അച്ഛനമ്മമാർ. അപ്പം നമ്മുടെ ബാധ്യതയാണ് നമുക്ക് വേണ്ടി ചിലവഴിച്ചൊരു ജീവിതം ഈ അവസാന കാലത്ത് അവർക്ക് ചില പരിരക്ഷ തിരിച്ചു കൊടുക്കേണ്ടത്. യൂറോപ്പിൽ അങ്ങനെയല്ല. യൂറോപ്പിലൊക്കെ ഇങ്ങനെ അച്ഛനും അമ്മയും വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തള്ളുകയാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ നമ്മൾ അച്ഛനും അമ്മയും തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഓൾഡ് ഏജ് ഹോംസും. അതെ, ഏറ്റവും കൂടുതൽ വലിയ വൻ വ്യവസായം വരാൻ പോകുന്നത് അത് തന്നെയാണ്. ഭാരതം അഭിമുഖീകരിക്കാനുള്ള ഏറ്റവും വലിയ പ്രശ്നം വയസ്സന്മാരെ എന്ത് ചെയ്യുന്നുള്ളതാണ്. ആർക്കും വേണ്ട, മക്കൾക്ക് വേണ്ടാത്ത ആളുകളായി മാറി കഴിഞ്ഞിരിക്കുന്നു അച്ഛനമ്മമാർ. അപ്പോൾ അവർ വിചാരിക്കില്ലേ നമുക്ക് വേണ്ടി എന്തെങ്കിലും എടുത്തു വെച്ചതാണെങ്കിൽ ഇഫ് ഐ ഹാഡ് പുട്ട് മൈസെൽഫ് ഫസ്റ്റ്. അതെ, അവരങ്ങനെ ചിന്തിച്ചിരുന്നില്ല. അതാണ് അവർ ത്യാഗത്തിലാണ്. പണ്ട് സ്നേഹം ത്യാഗത്തിലാണ് നിലനിന്നിരുന്നത്. ത്യജിക്കുകയാണ് അവർ ചെയ്യുന്നത്. ശരി, സുഖദുഃഖങ്ങളൊക്കെ ത്യജിക്കുകയല്ലേ ചെയ്യുന്നത്. അമ്മമാരും അങ്ങനെ തന്നെയായിരുന്നു. സുഖദുഃഖങ്ങൾ ത്യജിക്കും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അമ്മമാരെ എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല എന്ന് വരെ പറഞ്ഞു തുടങ്ങി. അതെ, അതിന് തന്നെ വാദപ്രതിവാദങ്ങളൊക്കെ ആയിരിക്കും. അതിൻ്റെതായ ഒരു ഐ തിങ്ക് ഇറ്റ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ സൊല്യൂഷൻ എന്നാണ് തോന്നുന്നത്. പ്രോബബ്ലി ഒരു പരിധിവരെ പോയി കഴിഞ്ഞിട്ട് ഐ തിങ്ക് അവർ മദേഴ്സ് വെർ റൈറ്റ്, അവർ ഗ്രാൻഡ് പാരൻസ് വെർ റൈറ്റ് എന്ന് തിരിഞ്ഞു വരുമായിരിക്കും സർ. അങ്ങനെ ആശിക്കാം, അതിനുവേണ്ടി അങ്ങനെ ആശിക്കാനേ പറ്റും. പക്ഷെ നമ്മളതൊക്കെ പിന്നിട്ട് പോരുകയാണ്. ഇപ്പോൾ പഴയ കാലത്തെ ചില കാര്യങ്ങൾ നമ്മൾ പഴങ്കഥ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ തലമുറയിൽ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു, നീതി ഇങ്ങനെയായിരുന്നു, രാജാവ് തെറ്റ് ചെയ്യുകയില്ല. അത് ഒരു പഴങ്കഥയായിട്ട്. അങ്ങനെ തെറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവുമോ? നീതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ എന്നൊക്കെ തോന്നാം. അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു, വാക്ക് പറഞ്ഞുപോയി, അതുകൊണ്ട് ഇപ്പോൾ പരശുരാമൻ വാക്ക് പാലിക്കാൻ അങ്ങനെ ചെയ്തു, അമ്മയെ വധിച്ചു എന്നൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ കുറേ തലമുറകൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ത്യാഗസമ്പൂർണമായ ഒരു ജീവിതം, പരസ്പരം ജീവിച്ചു തീർക്കുന്ന ഒരു ജീവിതം പണ്ട് നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിനി ഭാവിയിൽ വരാൻ പോകുന്ന തലമുറ ഇനി അങ്ങനെ ഉണ്ടായിരുന്നു, നല്ല തമാശയായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലവും വന്നുകൂടായികയില്ല. I hope not.